ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ബാലുശ്ശേരി ടു വയനാട് വ്ളോഗാണ്. ഞാനും ഏട്ടനും മക്കളും കൂടിയാണ് പോണത്. അപ്പോൾ ഏതായാലും പോവല്ലേ, അതുകൊണ്ടൊരു വീഡിയോ എടുത്തേക്കാൻ വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഞങ്ങളെ യാത്രയും പിന്നെ അവിടെ ചെന്നിട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പോയത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഏകദേശം ഒരു 10:30 ആകുമ്പോഴാണ് ഇറങ്ങിയത്. ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ മോൻ എപ്പോഴും ഫ്രണ്ട് സീറ്റിലിരിക്കണം എന്നാണ് പറയുക. പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ആൾ കിടന്നുറങ്ങും. പിന്നെ അവനെ ബാക്ക് സീറ്റിൽ ഇരുത്തിയിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റ് കയറിയിരുന്നു. എനിക്ക് ഫ്രണ്ടിലിരിക്കാനാണ് ഇഷ്ടം, പക്ഷെ അവൻ സമ്മതിക്കാറില്ല. അങ്ങനെ പണ്ടൊക്കെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. വണ്ടിയിൽ കയറിയാൽ അപ്പം തന്നെ ഉറങ്ങും. പക്ഷേ ഇപ്പോൾ നല്ല മെച്ചമൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സംസാരിച്ച് മെല്ലെ പോകാനാണ് ഇപ്പോൾ കൂടുതലിഷ്ടം. പിന്നെ ഈ വയനാടൊക്കെ എത്താനായാൽ തന്നെ നമുക്ക് ആ ഒരു പ്രകൃതി തന്നെ അതിനുള്ള സൂചനകൾ തരും. മലയും മഞ്ഞൊക്കെ ഇങ്ങനെ കാണാം. ഞാനൊരു കോഴിക്കോടുകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ മലയും കുന്നും മഞ്ഞും തണുപ്പൊക്കെ ഉള്ളിടത്തേക്ക് പോകാനാണ് ഭയങ്കര ഇഷ്ടം. എന്തു ഭംഗിയാൽ എവിടെയൊക്കെ കാണാനൊക്കെ. ഞങ്ങൾ പോകുമ്പോൾ തന്നെ റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ചുരത്തിലൊക്കെ പണി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന മലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. ഞങ്ങൾ ഇറങ്ങിയത് അടുത്ത വളവിലായിരുന്നു. അപ്പോൾ അവിടെയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. ഈ ഉച്ച നേരമാണ്, ഇപ്പോഴൊക്കെ ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട്. എന്നാലും അവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഈ ചുരം കഴിഞ്ഞാലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ റോഡ് വികസനത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോണത് ഏട്ടൻ വർക്ക് ചെയ്യുന്ന സൈറ്റിലേക്കാണ്. അവിടെ ഒരു റിസോർട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം നിൽക്കാനായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ശനിയാഴ്ച രാവിലെ പോയിട്ട് ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് വരിക എന്നുള്ളൊരു ഇതിലാണ് പോയത്. ഇത് വെള്ളമുണ്ടയ്ക്കടുത്ത് മക്യാട് എന്നൊരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ടിൻ്റെ പണി നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറ്റ്യാടി ചുരം വഴിയാണ് പോയത്. താമരശ്ശേരി ചുരത്തേക്കാളും കുറ്റ്യാടി ചുരം പോകുന്നതിൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ വലിയ ബഹളമൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനത്തിൽ അവിടെ എത്താം. ഇതാണ് ആ റിസോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രൻസ് കഴിഞ്ഞാലും കുറച്ച് അങ്ങോട്ട് കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏട്ടൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. മോളെ കയ്യിലുള്ളത് ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഫുഡാണ്. അപ്പോൾ രാത്രി ഇവിടെ മഴയും പിന്നെ കറണ്ട് പോക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾ നൂഡിൽസ് വാങ്ങിച്ചിട്ട് വന്നതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, മക്കൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതൊന്നും എപ്പോഴും കഴിക്കലില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭങ്ങളിൽ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ പോണത് എങ്ങോട്ടാ വെച്ചാൽ ഇവിടെ ലവ് ബേർഡ്സ് ഉണ്ട്, അതിനെ കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ പണിക്കാർ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ പണ്ട് നായൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ചത്തുപോയി. ഇപ്പോൾ ഒന്നുമില്ല, ഈ ലവ് ബേർഡ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏട്ടൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഏട്ടൻ നിൽക്കുന്ന ഒരു റൂമാണ്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. ഇതാണ് ഏട്ടൻ നിൽക്കുന്ന റൂം. ഇതുപോലത്തെ ഒരു റൂമും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കിച്ചണും പിന്നെ ഒരു ബാത്റൂമും അങ്ങനെയായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഉച്ച ഏകദേശം ഒരു 1:30 ആയി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. ഒരു 11:30-12 ആകുമ്പോഴേക്ക് എത്തിയെങ്കിലും ഏട്ടന് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ അധികം സ്ഥിരം വരാറുണ്ടായിരുന്നു. പിന്നെ മോനെ പ്രഗ്നൻ്റൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വരാതെ ആയത്. ഇവിടെയല്ല ഉണ്ടായിരുന്നത്, വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ട വഴി കൂടെ പോയാൽ ആ വീട് കാണാം. ആ ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഈ മലയും അതുപോലെ തന്നെ ഈ മഞ്ഞൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്.
അത്ര എന്താ പറയേണ്ടത് ആൾക്കാരെ തിരക്കോ ഒന്നുമില്ല. നമുക്ക് നന്നായിട്ട് ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം ഇവിടെ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിലായാലും വലിയ തിക്കും ബഹളമൊന്നുമില്ല. കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഉച്ചനേരത്തൊക്കെ ഏതൊരു ഹോട്ടലിൽ പോയാലും അവിടെ ഭയങ്കര തിക്കും തിരക്ക് തന്നെയായിരിക്കും. നമ്മൾ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. പക്ഷെ ഇവിടെ സമാധാനത്തിൽ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പോസാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മന്തി ഞങ്ങൾ കഴിക്കുകയാണ്. ഏട്ടനൊരു ജിഞ്ചർ ലൈമും എനിക്കൊരു മിൻറ്റ് ലൈമ്, പിന്നെ മക്കൾക്ക് രണ്ടാക്കും ഓരോരോ പൈനാപ്പിൾ ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴയല്ല, എന്നാലും അത്യാവശ്യത്തിലുള്ള മഴയായിരുന്നു. ഇങ്ങനെ മഴയും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനും നല്ലൊരു രസമല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒന്ന് മഴ പെയ്യാന്ന്. അപ്പോൾ കുറച്ച് മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ളൊരു വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല. ഇവിടെ ഈ റിസോർട്ടും പിന്നെ പോയി കാണുക എന്നല്ലാതെ അവിടെ പണി നടക്കുന്നേ ഉള്ളൂ, വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെ രാത്രി ആയപ്പോൾ ഞങ്ങൾ വേഗം ഒരു 6:30-7 മണിയാകുമ്പം തന്നെ രാത്രിത്തെ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഈ ഒരു സൂര്യൻ്റെ വേറൊന്നും ചെയ്യാനില്ലല്ലോ, സൂര്യൻ്റെ സിനിമയും കണ്ട്